എടി രമൻ, നമുക്ക് ഒരു റീല് ചെയ്യാം. റീൽസ് എടി, ആ കാര്യം പറഞ്ഞ് നമ്മുടെ 271 നമ്പറിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെല്ലാം റീല് ചെയ്ത് വൈറലായിരിക്കും. നമുക്ക് ചെയ്യാൻ. അത് നമുക്ക് ഇന്ന് എന്തോലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അതിന് എടി നല്ലൊരു പാട്ട് എടുത്തടി രമേ. ഏത് പാട്ടെന്നറിയാവോ? ഏതാ? നമ്മുടെ എന്താ ശാന്തമേ രാത്രിയെല്ലാം കണ്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞൊരു പാട്ട്. എന്റെ രമേ, ഏത് പാട്ടാടിയത്? ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ തിരിയോ? ശാന്തമേ രാത്രിയിൽ. അത് പറ. യൂട്യൂബിൽ ഇഷ്ടമാണ് പോണെങ്കിൽ എന്റെ അത് കുറവാ. യൂട്യൂബ് പറഞ്ഞാ പോരടി. ശാന്തമേ രാത്രി കൊണ്ടുപോവാ. അയ്യോ, ആരാണ്ട് ഓട്ടോയിൽ കാർന്നാണ്ട് കയറ്റിക്കൊണ്ട് പോകുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. വേറെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേ. ജോണി വാക്കർ മമ്മൂട്ടി പാട്ട് വന്നോ ചാരി വെക്കട്ടെ. അവിടെ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. 5 ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് പോലീസുകാർ നിൽപ്പുണ്ട്. അവരോട് അകത്ത് കയറി വരാൻ പറ. മോഷണ ശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. എന്റെ പൊന്നെ, അപ്പൊ ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ? ഒറ്റയ്ക്ക് ഉള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവൾ 5 വർഷമായിട്ട് ഹോസ്പിറ്റലിലാ. അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ചേച്ചി, എന്റെ അധികമൊന്നും ഇല്ലെന്നാ, ഒരു 500 രൂപ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ആയിക്കോട്ടെ ചേച്ചി. 5 വർഷം എന്ന് പറഞ്ഞാൽ എന്താ അസുഖമായിരുന്നു ചേച്ചി? അസുഖമൊന്നും ഇല്ലായിരുന്നു. അസുഖമൊന്നുമില്ല, പിന്നെ 5 വർഷമായിട്ട് ആശുപത്രിയാന്ന് പറഞ്ഞു. അവളുടെ അടുത്ത കട്ട്നേഴ്സ് അല്ലേ? ഡേറ്റിംഗ് കൗണ്ടർ അല്ല, പിൻകോഡ് കുത്തി എടുക്കാൻ. എന്താ നീ ഇന്നലെ ഉണ്ടാക്കി വെച്ച സാധനം കഴിക്കാഞ്ഞത്? ആഹാരം എന്താ കഴിക്കാൻ ഇന്നലെ? ഞാൻ കഴിച്ചായിരുന്നല്ലോ. എവിടെ കഴിച്ചു നീ? ഞാൻ അൽഫാം കഴിച്ചല്ലോ. അൽഫാം? ആര് കൊണ്ട് തന്നു നിനക്ക്? ഞാൻ ഓൺലൈനിൽ കഴിച്ചല്ലോ. ഓൺലൈൻ ആര് കൊണ്ട് തന്നതാ ചോദിച്ചത്? ഡെലിവറി പോയി. ഞാൻ ഡെലിവറി ചെയ്ത പോയാ നീ കൂടുതൽ എന്റെ ഷൈൻ ചേരുന്നു. ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എവിടെയാണ് പൈസ? എനിക്ക് മൊബൈലിൽ തന്നു പൈസ. എന്റെ ദൈവമേ, ഈ കുന്ത്രപ്പാടം നിനക്ക് പൈസ തരാൻ തുടങ്ങിയതോ? ഇതിന് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറുക്ക് ഇതിന്റെ കൈയും പിടിച്ച് എങ്ങോട്ടെങ്കിലും എന്നെ ഇറങ്ങി പോയേനെ. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ റീൽ ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ട് പൈസ കിട്ടുന്നുണ്ടേ. നീ കളിക്കുന്നത്? നീ ഇന്നലെ എപ്പോഴാണ് കിടന്നുറങ്ങിയത്? ഞാൻ 9 മണിയായപ്പോ കിടന്നു. 9 മണിക്ക് നീ കിടന്നു, ശരിയാ. പക്ഷെ നീ എപ്പോഴാ ഉറങ്ങിയത്? 10:30 ആയപ്പോ ഉറങ്ങി. തുടക്കി ഞാൻ വെച്ചു. അന്നാ പിച്ച് ഞാൻ തുടക്കും. പറയുന്നു നീ എപ്പോഴാണ് ഇന്നലെ കിടന്നുറങ്ങിയത്? പറയണ. 10:30 ആയപ്പോ കിടന്ന് ഉറങ്ങിയില്ല ഞാൻ. ഇല്ല, നീ 2 മണിയായി കിടന്നുറങ്ങിയപ്പോ. അത് അമ്മ എങ്ങനെ കണ്ടു? ഞാൻ കണ്ടായിരുന്നു. അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു. നീ ഉറങ്ങുന്നത് കണ്ടിട്ട് വേണമായിരുന്നു എനിക്ക് ഉറങ്ങാൻ. എത്ര വയസ്സായി ഇപ്പം? 40 വയസ്സിനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉറങ്ങാൻ അറിയത്തില്ലയോ? വേറെ ഒന്നും കിടന്ന് ഉറങ്ങുന്ന കണ്ട് കോപ്പി അടിച്ചിട്ട് വേണം ഉറങ്ങാനെ കൊണ്ട്. ലിപ് ലോക്ക് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ 500 കോടി കയറുന്ന പല സിനിമയിൽ 100 കോടി തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ദേശാടനം സിനിമ. ദേശാടനം സിനിമയിൽ എവിടെയാണോ ലിപ് ലോക്ക് എവിടെയാണോ? സെൻസ് വേണോ? സെൻസ് വേണം. ദേശാടനം സിനിമയിൽ വിജയരാഘവന്റെ ഉണ്ണി പുറത്തേക്ക് പോകുന്ന പരിപാടിയില്ലേ? എന്താണ്? വിജയരാഘവന്റെ മകൻ ഉണ്ണി ദേശാടനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ലേ? അവിടെ ഉഗ്രൻ ഒരു ലിപ് ലോക്ക് ഇടാം. അവിടെ എങ്ങനെയാണോ ലിപ് ലോക്ക് സിംഗിൾ? ഈ കൊച്ചിറങ്ങി പോകുമ്പോൾ ദുഃഖത്തോടെ വിജയരാഘവനും ഭാര്യയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ, കരഞ്ഞ്. അവിടെ നൈസായിട്ട് ഒരു ലിപ് ലോക്ക് ലിപ് ലോക്ക് കേട്ടാൻ പറ്റുമോ? അവിടെ ലിപ് ലോക്ക് ഇട്ടിരുന്നെങ്കിൽ ആ ഉണ്ണി പോയ സങ്കടവും വരുന്നു. ആ സീനൊന്ന് ബൂസ്റ്റപ്പ് ആയിരുന്നു.